നാം ജീവിതത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കേണ്ട ഒരു കൂട്ടത്തിലെ ഒരു കാര്യമാണ് ക്ഷമ എന്നത്. അത് നാം ജീവിതത്തിലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്ന ഒരു സ്വഭാവ ഗുണവിശേഷം. അതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ പറയുവാനും എഴുതുവാനും എളുപ്പമുള്ള ഒരു വാക്കാണ് ക്ഷമ എന്നത്. ക്ഷമ എന്നത് എഴുതാനും വായിക്കാനുമൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ നാവ് പറയുന്നതിന് വേണ്ടി നാവ് നിറുകളിക്കുന്നതിൽ വലിയ പ്രയാസമൊന്നുമില്ല. അതുപോലെ എഴുതുന്നതിനും വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ അത് ജീവിതത്തിൽ കൊണ്ടുവരാനാണ് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ എന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഏറെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു സത്യവിശ്വാസിക്ക് സംബന്ധിച്ചിടത്തോളം അവനൊഴികെ ബാക്കി എല്ലാവർക്കും കൊണ്ടുവരാൻ ഒരു വലിയ പ്രയാസം തന്നെയാണ് ക്ഷമ എന്ന് പറയുന്നത്. യഥാർത്ഥ ധീരനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? 1000 പേരെയോ 50 പേരെയോ ഒന്നും, അതായത് മലത്തി അടിക്കുന്നവനൊന്നുമല്ല. കോപം വരുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവന്റെ നഫ്സിനെ കടിഞ്ഞാനിടുന്നവനാണ് ഏറ്റവും വലിയ പോരാളി എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യത്തിന്റെ മുമ്പിലേക്ക് യുദ്ധം കഴിഞ്ഞിട്ട് സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തെ, ഇപ്പോൾ ചെറിയൊരു യുദ്ധം കഴിഞ്ഞു, ഇനി വലിയൊരു യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരോട് തന്റെ അനുചരായ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകരെ, ആയിരക്കണക്കിന് 10,000-കണക്കിന് വന്ന ശത്രു സൈന്യത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ പതറാതെ നിന്ന് വിജയം കൈവരിച്ചില്ലേ നബിയെ, ഇനി ഇതിലും വലിയ യുദ്ധത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ടോ? അത് ഏത് യുദ്ധമാണ് നബിയെ? ഞങ്ങൾ തയ്യാറെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ അനുചരായ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സഹാബ, അത് നഫ്സുമായിട്ടുള്ള ഒരു യുദ്ധമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരായ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഏറ്റവും വലിയൊരു ജിഹാദാണ്, ഏറ്റവും വലിയൊരു യുദ്ധമാണ് നഫ്സുമായിട്ട് നാം നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പം നഫ്സിനെ മോശമായ കാര്യങ്ങൾ കൊണ്ട് ദുനിയവിയായ ഹവയിൽ നിന്നുമൊക്കെ അവന്റെ നഫ്സിനെ കടിഞ്ഞാനിടാൻ ഒരു ക്ഷമ അത്യാവശ്യമാണ്. ക്ഷമയില്ലാത്തവർക്ക് അത് കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ ഏറ്റവും വലിയ ജിഹാദ് എന്താണ്? സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കലാണ്, ശരീരത്തെ നിയന്ത്രിക്കലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവ നടപ്പിലാക്കാൻ, അതായത് ക്ഷമ നടപ്പിലാക്കാൻ എന്താണ് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം അവന്റെ ജീവിതത്തിൽ അത് നടപ്പിലാക്കൽ നിർബന്ധമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടോളിന് ഒരു ഹദീസ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഹുജിബത്തിൻ നാറു ബിശഹവാതി, നരകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, നരകമുണ്ടല്ലോ, അത് ദേഹേച്ഛകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, അതേ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, വഹുജിബത്തിൽ ജന്നതു ബിൽ മഖാരിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമുണ്ടല്ലോ അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ട് വഹുജിബത്ത്, അവനിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. അതായത് നരകത്തീയാൽ സൃഷ്ടിക്കപ്പെട്ട, അതായത് അതികഠിനമായ നരകം എന്താണ്? ദേഹേച്ഛകൾ കൊണ്ട് വഹുജിബത്ത്, അവനിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അനിഷ്ടകരമായ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മളോട് നിർബന്ധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യൽ കൊണ്ട് എന്താണ്? സ്വർഗവും വഹുജിബത്ത്, അവനിൽ അവനിൽ എന്താണ്? ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചുരുക്കം പറഞ്ഞ, ദേഹേച്ഛകൾ കൊണ്ട് ഒരുവന് നരകവും, അതുപോലെ തന്നെ എന്താണ്? ദേഹേച്ഛകൾ കൊണ്ട് നരകവും. ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം എന്താണെന്ന്. ചുരുക്കം പറഞ്ഞാൽ, ദേഹേച്ഛകൾ കൊണ്ട് ഒരുവന് നരകവും, അനിഷ്ടകരമായ, അതായത് നല്ല കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗവും അവന് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. എന്താണ് പ്രിയപ്പെട്ടവരെ ദേഹേച്ഛ എന്ന് നാം മനസ്സിലാക്കണം. എന്താണ് ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അള്ളാഹു അവന്റെ റസൂലും എതിർത്ത കാര്യങ്ങള് അസൂയ, പക മുതലായ കാര്യങ്ങളാണ്. ഇവകളെ എന്ത് ചെയ്യണം? നമ്മുടെ നെഫ്സുകളിൽ നിന്ന് പാടെ നമ്മൾ വെടിയണം. അതിനെ കടിഞ്ഞാനിട്ട് പിടിച്ച് നമ്മൾ അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ നാം പഠിക്കണം. അപ്പോ ദേഹേച്ഛ എന്തെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ നെഫ്സ്, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം, നമ്മുടെ നെഫ്സ് എപ്പോഴും തെറ്റ് ചെയ്യാനായിട്ടായിരിക്കും കൂടുതൽ ആഗ്രഹം ഉണ്ടാകുന്നത്. നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യുന്നതിലേക്കാണ് കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ തോന്നുന്ന ആ തിന്മകളെ പിടിച്ചു നിർത്തണം. ഇതാണ് ദേഹേച്ഛ എന്ന് പറയുന്നത്. ഈ ആഗ്രഹത്തിന് പറയുന്ന ഒരു പേരാണ് ദേഹേച്ഛ എന്ന് പറയുന്നത്. അതിനെ കടിഞ്ഞാനിട്ട് പിടിക്കാൻ നമ്മൾ പരിശീലിക്കണം. അവിടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ പവർ അവൻ തെളിയിക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ നഫ്സിന് ഇഷ്ടം തോന്നുന്ന മോശമായ എല്ലാ കാര്യങ്ങളും നാം ചെയ്യുന്നതിനാണ് ദേഹേച്ഛ എന്ന് പറയുന്നത്. ഇത് പാടെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിടിഞ്ഞില്ല എങ്കിൽ നരകം നമുക്ക് നിർബന്ധമാകും. അതിന് എന്ത് ചെയ്യണം? നമുക്ക് ക്ഷമ അനിവാര്യമാണ്, അത്യാവശ്യമാണ്. ഈ ദേഹേച്ഛ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതായത് നമ്മുടെ ദേഹേച്ഛ, അതായത് നമ്മുടെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നഫ്സ് കൊതിക്കുന്ന കാര്യം പിടിച്ചു കെട്ടണമെങ്കിൽ ക്ഷമ അനിവാര്യമാണ്, ക്ഷമ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എഴുതാനും വായിക്കുവാനും ഒക്കെ എളുപ്പമുള്ള ഒരു പദമാണ്, പക്ഷെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കുറച്ച് പാടുള്ള ഒരു
കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാം ഈ ക്ഷമ നാം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനും ഹദീസും നാം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു മനുഷ്യന് ജീവിതത്തിൽ വേണ്ടത് 3 തരം ക്ഷമകളാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒന്നാമത്തെ ഏത് വിഭാഗം ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതെന്നറിയുമോ? കേട്ടോളിൻ. ജീവിത യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. അത് 3 തരമുണ്ട്. ആ 3 തരം ക്ഷമയിലെ ഒന്നാമത്തെ വിഭാഗം ക്ഷമ ഏതാണ്? കേട്ടോളിൻ. ഉമ്മത്തി മുഹമ്മദിന്റെ സന്മാർഗ ദർശനത്തിനായി ഭൂലോകത്തേക്ക് കടന്നു വന്ന മദീനയിലെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുണ്ടല്ലോ 3 തരം ക്ഷമകളിലെ ഒന്നാമത്തെ ക്ഷമ എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ജീവിതത്തിൽ വിപത്തുകൾ കടന്നു വരുമ്പോ, ജീവിതത്തിലുണ്ടല്ലോ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, വിപത്തുകൾ കടന്നു വരുമ്പോ, പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ പരിപൂർണമായും ക്ഷമ കൈകൊള്ളലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. ഒന്നാമത്തെ വിഭാഗം ക്ഷമ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒന്നാമത്തെ വിഭാഗം ക്ഷമ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങള് ദുരന്തങ്ങളൊക്കെ വരുമ്പോ അതിനെ നേരിടാനുള്ള ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഒന്നാമത്തെ വിഭാഗം ക്ഷമയിൽ പെടുന്നതാണ്. നബിതങ്ങൾ പറഞ്ഞ ആ ഒരു ആദ്യത്തെ വിഭാഗം ക്ഷമയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണം, രോഗം, ദാരിദ്ര്യം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ക്ഷമ കൈക്കൊള്ളാനുള്ള ഒരു മനസ്സ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ക്ഷമ നമ്മൾ കൈക്കൊള്ളണം പ്രിയപ്പെട്ടവർ. അത് നമ്മുടെ ജീവിതത്തിൽ നാം തനിയെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നങ്ങനെയല്ലല്ലോ. കേവലം ഇന്നൊരു ചെറിയൊരു ജലദോഷം വന്നാൽ, പനി വന്നു കഴിഞ്ഞാൽ, ഒരു ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താണ്? അള്ളാനെ പഴി പറയുന്നവരാണ്, അള്ളാനെ കുറ്റം പറയുന്നവരാണ്. ചില ആളുകളൊക്കെ ഉണ്ട്, എങ്ങനെ എത്രയൊക്കെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തിട്ടും അള്ളാഹു എന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്? ഈ ജീവിതം അങ്ങോട്ടൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എത്രയോ സമാധാനമായി എന്നെ എന്ന് പറയുന്ന ചില ഉമ്മമാരുണ്ട്, ചില സ്ത്രീകളുണ്ട്, ചില ആളുകളുമുണ്ട്. എന്തിനാണോ ഇങ്ങനത്തെ ഒരു ജീവിതം കിട്ടിയത്? ഇങ്ങനത്തെ ജീവിതം കിട്ടിയിട്ട് എനിക്ക് എന്റെ ജീവിതം ആകപ്പാടെ തൊലഞ്ഞിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ എന്ന് ചില പരീക്ഷണങ്ങൾ വരുമ്പോ ചില ആളുകൾ പറയും. അത് അള്ളാനെ പഴി പറയുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത് എന്തിനാണ്? അത് അവനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്. നാം ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണെന്നറിയുമോ? നമ്മുടെ മക്കളോട് നമ്മൾ എന്താണ്? ദേഷ്യപ്പെടും, സങ്കടങ്ങൾ കാരണം സങ്കടങ്ങൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും, അല്ലേ? ആ സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ എന്താണ്? ദേഷ്യം കാണിക്കും, അതൊക്കെ കാണിക്കും. പക്ഷെ അവരുടെ ബുദ്ധിയിൽ എന്താണ്? അവർക്കതൊരു എന്താണ്? ഒരു കൊട്ടിക്കോഷിയാണ്, അതായത് ഒരു ക്രോഷിക്കലാണ്. പക്ഷേ അവിടെ എന്താണ്? നിങ്ങൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങളെ വേദനിപ്പിക്കുന്നത്, അങ്ങനെ വഴക്ക് പറയുന്നതല്ല. കാരണം എന്ത്? സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ അവരോട് വഴക്ക് പറയുന്നതും കാര്യങ്ങളും ഒക്കെ അവരെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെയുള്ളടോ. അള്ളാഹുവിന് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിന്റെ ഭാഗത്തിൽ നിന്നുള്ള ന്യൂനതകള്, പാപങ്ങള്, അതൊന്നും നീ പരിഹരിക്കാതെ നീ പിന്നെ മുന്നോട്ട് പോകുമ്പോ അള്ളാഹ് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഇട്ടു തരും. എന്തിനാണെന്നറിയുമോ? നിന്നെ പഴയ രീതിയിലേക്കൊന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി, അള്ളാഹു
അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി. മനസ്സിലായോ? നിന്നെ എന്താണ് അള്ളാഹുവിലേക്ക് കൂടുതലായി ഒന്ന് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നിന്നെ അങ്ങോട്ട് അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിലൂടെ നിനക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. ഒരാൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയണമെങ്കിൽ അതില് ഒരു വഴിയാണ് പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭം. ആ സന്ദർഭത്തിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. അങ്ങനെ കഴിയണം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ചില ആളുകൾ പറയും, ചില നിരീശ്വരവാദികൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്തേ? അള്ളാഹു രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നവനല്ലേ എന്നല്ലേ ഖുർആനി പറയുന്നത്, ഹദീസുകളും നബിതങ്ങളും പറഞ്ഞിരിക്കുന്നത്. ആകാശഭൂമിയുടെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയും. ഒരു മനുഷ്യന്റെ ഖൽബിലുള്ള കാര്യങ്ങൾ, ഹൃദയത്തിലുള്ള കാര്യങ്ങളും എല്ലാം അറിയുന്നവനാണ്. പിന്നെ എന്തിനാണ് അവനെ അള്ളാഹു പരീക്ഷിക്കുന്നത്? അവനെ കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ടാണോ? അവൻ പരീക്ഷിക്കപ്പെടുമ്പോൾ അവൻ തോറ്റുപോകോ വിജയിക്കുമോ എന്ന് അള്ളാഹ്ക്കറിയാവല്ലോ. പിന്നെ എന്തിനാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അതും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന നിരീശ്വരവാദികളുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത്? എങ്ങനെ? അള്ളാഹ്ക്ക് രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നവൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നത്, അവൻ എന്ത് പ്രവർത്തിക്കും, അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൻ എന്തൊക്കെ കാണിക്കും, എന്തൊക്കെ പ്രവർത്തിക്കും, എന്തൊക്കെ വർത്തമാനങ്ങൾ പറയും, ഇതെല്ലാം അള്ളാഹ്ക്ക് അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഈ ഭൂലോകത്ത് ഒരു ഈച്ച പോലും പറക്കുകയില്ല, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എന്തിനാണ് അള്ളാഹു അവനെ പരീക്ഷിക്കുന്നത്? അത് അവന്റെ ഹൃദയത്തിൽ എത്രമാത്രം അള്ളാഹുവിനോട് ഈമാനുണ്ട്, അള്ളാഹുവിന് വിശ്വാസമുണ്ട്, അള്ളാഹുവിനോട് എത്രമാത്രം അവന് വിശ്വാസമുണ്ട്, അവന്റെ ഈമാൻ എത്രയുണ്ട് എന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവനെ പരീക്ഷിക്കുന്നത്. മനസ്സിലായോ? ഇന്ന് ചിലരും പറയും, എന്തിനാണ് എന്നെ ഇങ്ങനെ അള്ളാഹു പരീക്ഷിക്കുന്നത്? എന്നെ ഇത്രയും പരീക്ഷിച്ചാൽ ഈ ചില ആളുകൾ പറയും, എന്തേ ഇത്ര കുറച്ചു നാള് ജീവിതത്തിന് സ്വന്തം ദേഹേച്ഛയ്ക്കനുസരിച്ച് കൊണ്ട് ജീവിച്ച ആള് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് പള്ളിയിൽ കയറും. പിന്നെ ഒരു തസ്ബീ എടുത്തു കഴിഞ്ഞാലോ എന്താണ്? അവൻ പിന്നെ ഏറ്റവും വലിയ ഔലിയായി അല്ലേ? അവൻ പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയാൻ തുടങ്ങും. അവനൊന്ന് പള്ളി കയറി കൂടെ, ഇതൊക്കെ എന്നതാണ്, ഇവനൊക്കെ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവനൊക്കെ പഠിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് ചില പള്ളികളിൽ. ഇന്നലെ വരെ എന്താണ് അവന് തോന്നിവാസം കാണിച്ച് ജീവിച്ചു, ഇന്ന് അവൻ പള്ളിയിൽ കയറിയിട്ട് മറ്റുള്ളവരുടെ പച്ചയിറച്ചി ചെയ്യുന്നു. മനസ്സിലായോ? പിന്നെ എന്ത് പ്രയോജനമുള്ളത്? അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, നേരെ ഇവനിലേക്ക് അള്ളാഹു പിന്നെയും പരീക്ഷണം കൊടുക്കും. ആഹാ, നീ അത്രയ്ക്കായോടാ, എന്നാ പിന്നെ ഒരു പരീക്ഷണം പിടിച്ചോ, നിന്റെ ഈമാൻ ഇപ്പൊ എന്തെന്ന് നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദാരിദ്ര്യം കൊടുക്കും. ചിലപ്പോ എന്തെങ്കിലും ദുരന്തങ്ങൾ അവന്റെ ജീവിതത്തിൽ കൊടുക്കും. എന്തിനാണ്? അവന്റെ സ്വഭാവം എന്താണെന്ന് അവന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അവന്റെ ഈമാൻ എത്രയുണ്ടെന്ന് അവന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. മനസ്സിലായോ? നമുക്ക് പരീക്ഷണങ്ങളൊക്കെ തരുന്നത് അള്ളാഹ്ക്ക് നമ്മോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കാരണം അള്ളാഹിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. എടാ, നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ ഈമാനേ ഉള്ളൂ, ഇച്ചിരിയും കൂടെ പുതുക്കേണ്ടതുണ്ട്, കുറച്ചും കൂടെ അതില് വേണം നിനക്ക് ഈമാൻ എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ആ കുറവുള്ള ഭാഗത്ത് കുറച്ചും കൂടെ നീ ഇന്ന് ഈമാൻ നിറയ്ക്കേ, അതിനു വേണ്ടിയിട്ട് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. നിന്റെ വിശ്വാസം എത്രയുണ്ടെന്ന് നിന്നെ ബോധ്യപ്പെടുത്തി തരാനാണ് അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ചില ആളുകളുണ്ട് ഒരു ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ അള്ളാഹിനെ പഴി പറയും. അതിലൂടെ മനസ്സിലാക്കാം അവന്റെ വിശ്വാസം എത്രയുണ്ടെന്ന്. ദാരിദ്ര്യം വരുമ്പോൾ, കച്ചവടത്തിലെ ലാഭത്തിന് പകരം നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹിനെ പഴി പറയുന്നവരുണ്ട്. അപ്പൊ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവൻ വിചാരിക്കും, ഞാൻ ഇന്ന് മരിച്ച, ചില ആളുകളുണ്ട് പറയുന്നത്, ഞാൻ ഇന്ന് മരിച്ച ഞാൻ സ്വർഗത്തിലേ പോകത്തുള്ളൂ, എനിക്ക് ഖബറിൽ സന്തോഷമായിരിക്കും എന്ന് പറയും. എന്ത് കണ്ടുകൊണ്ടാ നീ പറയുന്നത്? ചില ആളുകൾ പറയുന്ന. അപ്പോഴാണ് അള്ളാഹു ഓരോരോ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഇട്ട് കൊടുക്കുന്നത്. കാലിൽ ചിലപ്പോ വെരിക്കോസിന്റെ പ്രശ്നങ്ങൾ അള്ളാഹു കൊടുക്കും. മനസ്സിലായി? അതുപോലുള്ള രോഗങ്ങൾ കൊടുക്കുമ്പോ പിന്നെ എന്താണോ, എന്റെ റബ്ബ് എന്തിനാണോ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഈ ജീവിതം വേണ്ടായിരുന്നു,
മനസ്സിലായോ? അങ്ങനെ പറയുന്ന ചില ആളുകളില്ലേ. ഇവിടെ എന്താണ് നിന്റെ ഈമാൻ, നിന്റെ വിശ്വാസം എത്രയുണ്ടെന്ന് നിന്റെ ഹൃദയത്തിൽ തന്നെ അള്ളാഹു നിന്നെ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ മോനെ, നിനക്ക് കുറവുണ്ട്, നിനക്ക് ഈമാൻ കുറവുണ്ട്, നീ അള്ളാഹിലേക്ക് കുറച്ചും കൂടെ അടുക്കാനുണ്ട്, നിന്റെ ഈമാൻ ഇച്ചിരിയും കൂടെ ലോയാണ്, അത് ഇച്ചിരിയും കൂടെ ഫുൾ ചാർജ് ആക്കണം എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം എന്ത് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അത് തരണം ചെയ്യാനുള്ള ഒരു ക്ഷമ നാം ഉണ്ടാക്കിയെടുക്കണം. ജീവിതത്തിൽ അള്ളാഹുവിനെ ഒരിക്കലും നാം പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോഴും ഒന്നും നാം ചീത്ത പറയുകയോ ഒന്നും ചെയ്യരുത്. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് ആ ഒരു പരീക്ഷണത്തിലൂടെ നിന്നെ പലതും പഠിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? അതിലെന്തെങ്കിലും ഒരു ഖൈറുണ്ട്. ആ പരീക്ഷണങ്ങൾ കഴിയുമ്പോഴായിരിക്കും നിനക്കൊരു വലിയ ഒരു സന്തോഷം അള്ളാഹു നൽകുന്നത്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു പരീക്ഷണം അള്ളാഹു നിന്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ പലതും നിന്നെ അള്ളാഹു പഠിപ്പിക്കുന്നതാണ്. ആ പഠിത്തം ഒരു വല്ലാത്ത പഠിത്തമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥാനത്തേക്ക് നിന്നെ അള്ളാഹു കൊണ്ടുവരുമ്പോ ദുനിയാവിലുള്ള ഒരു മഖ്ലൂക്ക് വിചാരിച്ചാലും നിന്നെ താഴ്ത്തിക്കെട്ടാൻ സാധിക്കൂല. കാരണം എന്തേ? ആ പരീക്ഷണത്തിലൂടെ അള്ളാഹു നിന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചത് കൊണ്ട് ദുനിയാവിലുള്ള ഒരു വ്യക്തിക്കും ഒരു മനുഷ്യനും നിന്നെ പിന്നെ താഴ്ത്താൻ കഴിയുകയില്ല. അതാണ് കാരണം. നിന്നെ നീയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്, പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്നറിയുമോ? കേട്ടോളിനൊരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ, പ്രിയമുള്ളവരെ കാതുകൾ കൊണ്ട് കേൾക്കണേ, പ്രിയമുള്ളവരെ ഹൃദയം കൊണ്ട് ചിന്തിക്കണേ, പ്രിയമുള്ളവരെ ഈ പറയുന്ന കാര്യങ്ങൾ ആന്തരികമായി നീ കേൾക്കണേ, ആന്തരികമായി നീ ചിന്തിക്കണേ, പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, വലമനിബുതുലിയ ഫസബറ ഫവാഹൻ, ഏതൊരുവനാണോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, ഏതൊരുവനെയാണോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് പരീക്ഷിക്കുന്നത്, ആ പരീക്ഷിക്കപ്പെടുമ്പോ ജീവിതത്തിലുണ്ടല്ലോ ക്ഷമ അവലംബിക്കുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാം. അതുകൊണ്ട് നാം ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോ എല്ലാം നാം നാം കൈകൊള്ളണേ, പ്രിയമുള്ളവരെ. അവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല മനുഷ്യനാരാണ്? ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിലൊക്കെ ക്ഷമ അവലംബിക്കുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മുഅ്മിനീങ്ങളെ പരീക്ഷിക്കും. പല രീതിയിൽ പല മേഖലകളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് പറയുന്നുണ്ട്. കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലവന്നകും ബിശൈഇൻ من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ ധ്യാനനിരന്തനായിരുന്ന പശ്ചാത്തലത്തില് ഇഖ്റാഇന്റെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാം, വലനബുലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ബിശൈഇൻ മിനൽ ഖൗഫ്, എന്തെങ്കിലും ഭയം നൽകി അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാ. ജീവിതത്തിൽ ഉണ്ടല്ലോ അല്ലാഹു ധാരാളമായി ഭയമുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നൽകി അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതാ. വൽ ജൂഅ, അതായത് വിശപ്പ് നൽകി, പട്ടിണിയും ദാരിദ്ര്യവും അല്ലാഹു നൽകി നിന്നെ പരീക്ഷിക്കുന്നതാണ്. വനഖസിം മിനൽ അംവാൽ, ധനനഷ്ടം നൽകി അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതാ. വൽ അൻഫുസീം, രോഗങ്ങൾ നൽകി അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതാ. ഇതിന്റെ തഫ്സീറിൽ കാണാം, പ്രിയമുള്ളവരെ, തഫ്സീറുൽ ജലാലൈൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, വൽ അൻഫുസി എന്ന് പറയുന്നിടത്തുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയുമോ? അതായത് നമ്മുടെ വേണ്ടപ്പെട്ടവരെ മരണപ്പെടിയിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരീക്ഷിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഅ്ജിസത്തായ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ പിന്നെയും അവിടുന്ന് ആ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, വസമറാത്ത്, കൃഷിയിടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുന്നതാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറഞ്ഞത് എന്താണെന്നറിയുമോ? വബശിരി സാബിരീൻ, ക്ഷമാശീലർക്ക്, ക്ഷമ കൈകൊണ്ടവർക്ക് അവർക്ക് സന്തോഷ വാർത്തയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇത്രയും ഈ മേഖലകളിലെല്ലാം ഒരു മുഅ്മിനായ മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതിലുള്ള എല്ലാ പരീക്ഷണങ്ങളും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ചിലർ ചോദിക്കും, ഖൗഫ്, ഭയം നൽകി അല്ലാഹു പരീക്ഷിക്കുക. അങ്ങനെ എന്റെ ജീവിതത്തിലൊന്നും വന്നിട്ടില്ല. കടം വന്നാലും എന്ത് വന്നാലും ഞാൻ ഇന്നേവരെ ആരുടെ മുമ്പ് ഭയന്നിട്ടില്ല എന്ന് പറയുന്ന ചില വീമ്പിളക്കുന്ന ചില ആളുകളുണ്ട്. എങ്കിൽ ശരി, നമ്മൾ അത് തർക്കിക്കുന്നില്ല. പക്ഷെ ഭയം നൽകി അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട് ഈ കേരളക്കരയെ മുഴുവനും. ഞാനൊന്ന് പറയട്ടെ, കൊറോണ സമയത്ത് ഒന്ന് ചിന്തിക്കണം. ആളുകൾക്ക് പരസ്പരം അങ്ങോട്ട് കാണുമ്പോ തന്നെ ഭയമായിരുന്നില്ലേ? അവന്റെ ആ രോഗം എന്നിലേക്ക് കടന്നു വരുമോ? അവ പകർച്ചവ്യാധികൾ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചപ്പോൾ പരസ്പരം ഭയമല്ലായിരുന്നോ? സ്വന്തം സുഹൃത്തിനെ എന്തിനേറെ പറയണം, ഒരു സ്വന്തം ജന്മം നൽകി ഉമ്മാക്ക് തന്റെ മകനെ കാണുന്നതിൽ പേടിയല്ലായിരുന്നു, ഭയമല്ലായിരുന്നോ? മകനിക്ക് ഉമ്മാനെ കാണുന്നത് ഭയമല്ലായിരുന്നോ? അങ്ങനത്തെ ഒരു സാഹചര്യം വന്നില്ലേ? വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എത്രയോ സത്യമാണ്. ഈ പറഞ്ഞ പരീക്ഷണങ്ങളൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഇനിയോ വൽ ജൂ, പട്ടിണി നൽകിയും അല്ലാഹു നിന്നെ പരീക്ഷിക്കും. പട്ടിണി നൽകിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരീക്ഷിക്കും. ഇനി എന്താണ്? ഇനി അടുത്ത വരാൻ പോകുന്നത് ജൂ ആണ്, പരീക്ഷണം നമുക്ക് വരാൻ പോകുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ അവസ്ഥകൾ, നമ്മൾ കണ്ടില്ലേ മുഅ്മിനീങ്ങളെ? നാം ചിന്തിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും നമ്മിലേക്ക് ഇതൊന്നും വരത്തില്ല എന്നല്ലേ? ഇതൊക്കെ ഒരു സാമ്പിള് മാത്രം അല്ലാഹു കാണിച്ചു തരുന്നതാണ് നമുക്ക്. നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്കും വരാൻ. പ്രിയപ്പെട്ടവരെ, മോശമായ ഭരണാധികാരികൾ നമ്മുടെ അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇസ്രായേലിലെ ഭരണാധികാരിയെ പോലുള്ള നെതന്യാഹുവിനെ പോലുള്ള അതുപോലുള്ള മാരകമായ വിഷം ഉള്ള ചില ഭരണാധികാരികളൊക്കെ നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വന്നാലും ഇതുപോലുള്ളതൊക്കെ സംഭവിക്കാൻ നിമിഷ നേരങ്ങൾ മതി. ഇനിയിപ്പോ കണ്ടോ, ഇപ്പൊ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചു അല്ലേ? ഇനിയിപ്പോ ഇവര് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ?
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രവാചകന്മാരെ അവർ കൊന്നുകളഞ്ഞവരാണ്, അവർ ക്രൂരന്മാരാണ്, അവരുടെ നൈസർഗികമായ സ്വഭാവമാണിത്. ഇനിയും കണ്ടോണം, ഇത് സംഭവിക്കും, ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാകും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് തന്നെ അടുക്കുക. മനസ്സിലാക്കണം, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ഇപ്പൊ തന്നെ ഇറാഖും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടായി. ഇറാഖിലൂടെ ഇസ്രയേലിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. ഇപ്പൊ അവര് അതിന്റെ ഒരു അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങാടിയിൽ ഞാൻ നാടൻ ഒരു ഭാഷ പറയുകയാണ്, നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ ഇതിനൊന്നും ചേരുന്നല്ല, എന്നാലും പറയുക, അങ്ങാടിയിൽ തല്ലുണ്ടാക്കിയിട്ട് ആ ദേഷ്യം വന്ന് ഉമ്മാടെ അടുത്ത് തീർക്കുന്നു എന്ന് പറയത്തില്ല ചിലവര്, നാടൻ പ്രയോഗം എന്ന് പറഞ്ഞാലത്തെ ഒരു അവസ്ഥയായി പോയി. ഇറാഖിനോടുള്ള ദേഷ്യം പിന്നെ ഇസ്രയേൽ എവിടെയാ കൊണ്ടുപോയി തീർത്തത്? ഫലസ്തീൻ പാവപ്പെട്ടവർ. നമ്മളൊന്ന് മനസ്സിലാക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഇനിയിപ്പോ ഈ ഇറാഖ് ഇത്രയും ഇവർക്ക് നാശനഷ്ടങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രയേൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർ ഇനിയും എന്ത് ചെയ്യും? യുദ്ധങ്ങൾ ഉണ്ടാകും. അവരെല്ലാം സെറ്റപ്പുകൾ, ഇപ്പോ വന്ന നഷ്ടങ്ങളെല്ലാം അതിനൊരു പരിഹാരം കണ്ടിട്ട് അതിന്റെ നഷ്ടങ്ങളെല്ലാം മാറ്റിയിട്ട് അവര് പിന്നെയും എന്ത് ചെയ്യും? അവരുടെ പഴയ പരിപാടി തന്നെ അവർ തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോ എന്ത് ചെയ്യും? ഇസ്രയേല് ഇറാഖുമായി യുദ്ധം ചിലപ്പോൾ തുടങ്ങും. യഥാർത്ഥ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാല് ഇറാഖ് തോൽക്കുകയും അറബ് രാജ്യങ്ങളെല്ലാം പട്ടിണിയിലായി പോകുന്നൊരവസ്ഥ വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ഒരു റൊട്ടി കഷണം പോലും വാങ്ങിക്കാൻ ഗതിയില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് മഹാനായ മഹദി അലൈഹിസ്സലാം കടന്നു വരുന്നത്. അതൊക്കെ വേറെ വിഷയങ്ങളാണ്. നമുക്ക് ക്ഷമ എന്ന വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അപ്പോ ഇതുപോലുള്ള യുദ്ധങ്ങളൊക്കെ കടന്നു വരുമ്പോ പട്ടിണിയൊക്കെ ഉണ്ടല്ലോ, എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരും. അതിനൊന്നും വലിയ താമസമൊന്നും ഇല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ധനനഷ്ടമൊക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നൽകാറില്ലേ? അതിലാർക്കും സംശയമില്ലല്ലോ. അംഫുസി, രോഗങ്ങൾ തരാറില്ലേ? വേണ്ടപ്പെട്ടവരെ അള്ളാഹു മരിപ്പിക്കുന്നില്ലേ? അപ്പോഴും നിങ്ങൾ അള്ളാഹുവിനെ പഴി പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു നിന്നെ ഈ പരീക്ഷിക്കുന്നത്. സമറാത്തി, കൃഷിയിടങ്ങളിൽ അള്ളാഹു തന്നില്ല പരീക്ഷണങ്ങള്. എന്നാൽ ഇതൊക്കെ ക്ഷമിക്കുന്നവർക്കാണ്. ക്ഷമാശീലർക്ക് സ്വർഗം കൊണ്ട് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെയൊക്കെ അള്ളാഹു ഒരു മുഅ്മിനായ മനുഷ്യനെ പരീക്ഷിക്കുമ്പോഴും അവൻ എന്താണ്? ക്ഷമ കൈക്കൊണ്ടെങ്കിൽ അവൻ എന്തുണ്ട്? അവന്റെ ഹൃദയത്തിൽ ഈമാനുണ്ട്. ആ ഈമാനാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ഓരോ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും. അങ്ങനെ നീ ആ ഒരു ഈമാൻ നീ ആർജിച്ചെടുത്താൽ അള്ളാഹു നിന്നെ ഉയർത്തും. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹു നിന്നെ ഉയർത്തും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ഇനി രണ്ടാമത്തെ നമ്മുടെ ജീവിത മേഖലയിൽ ഉണ്ടാകേണ്ട ക്ഷമ എന്താണ്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കേട്ടോളിൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 3 തരം ക്ഷമകളിലെ രണ്ടാമത്തെ ക്ഷമ എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ആവശ്യമായ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യാൻ ആവശ്യമായ ക്ഷമയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ നമ്മുടെ ജീവിത മേഖലയിൽ വേണ്ട ക്ഷമ എന്താണ്? ഇബാദത്തുകളിലുള്ള ക്ഷമയാണ് എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നാളെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇബാദത്ത് ചെയ്യുന്നില്ലേ, ആ ഇബാദത്തിന് വേണ്ടിയുള്ള ക്ഷമയാണ് നമുക്ക് വേണ്ടതെന്ന്, രണ്ടാമത്തെ നമ്മുടെ ജീവിത മേഖലയിൽ വേണ്ട ക്ഷമയെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.
ഇന്നൊരു 5 മിനിറ്റ് നമസ്കാരം ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞാലോ, ഇന്ന് പള്ളിയിലെ ഖത്തീബിനെ ചീത്ത വിളിക്കുന്ന ചില ആളുകളുണ്ട് അല്ലേ? കേവലം ഒരു 10 മിനിറ്റ് ഒരു നിസ്കാരത്തിന് മാക്സിമം സമയം അല്ലേ? ഈ 10 മിനിറ്റിൽ നിന്ന് ഒന്ന് ആകാനായിട്ട് കൊതിക്കുന്ന ആളുകളാണ്, പെട്ടെന്ന് തന്നെ ഒന്നാകാനായിട്ട് കൊതിക്കുന്ന ആളുകളാണ് നമ്മൾ നിന്ന് കൂടുതൽ. കേവലം ഒരു 10 മിനിറ്റ് പോലും നമുക്കൊന്ന് ഇബാദത്തിൽ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പറ്റൂല. എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർത്തിട്ട് ദുനിയാവിന്റെ പുറകെ പോകണം എന്നുള്ളൊരു ചിന്തയിലാണ് പലരും വന്ന് നിസ്കാരത്തിന്റെ പുറകെ വന്ന് ഇമാമിന്റെ പുറകെ വന്ന് കൈകെട്ടുന്നത് അല്ലേ? ഒരു 6 മിനിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ പരാതി പറയുന്നവരുണ്ട്. 5 മിനിറ്റുള്ളിൽ തീർക്കണമെന്ന് ചിലവരൊക്കെ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങളെ ഞാൻ തള്ളുവാണെന്നൊന്നും വിചാരിക്കില്ല, അങ്ങനെയുള്ളവരും ഉണ്ട് ഈ ലോകത്ത് കേട്ടോ. 100% അങ്ങനെയുള്ള ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു 10 മിനിറ്റൊക്കെ നിൽക്കാത്ത ആളുകളുണ്ടോ എന്ന് ചിന്തിക്കാം. അങ്ങനെയുള്ള ആളുകളുണ്ട്. 10 മിനിറ്റ് പോയിട്ട് ഒരു 5 മിനിറ്റ് പോലും ഇബാദത്തുകളിൽ നിൽക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. 5 മിനിറ്റ് പോലും അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇല്ല എന്ന് ആരും തർക്കിക്കേണ്ട, അങ്ങനെയുള്ളവരുണ്ട്, കണ്ടിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരൊക്കെ കണ്ടിട്ടുണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, എന്തിനേറെ ഒരു 5 മിനിറ്റ് അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോൾ ആ 5 മിനിറ്റ് കൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് ഓഫാക്കി കളയുന്ന എത്ര കമ്മിറ്റിക്കാരെ ഇന്ന് പള്ളികളിലുണ്ട്. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, അറിവും ബോധവും ഇല്ലാത്ത ചിലവന്മാര് വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പള്ളി കമ്മിറ്റി കയറിയിരുന്നിട്ട് പള്ളിയിലെ ഇമാമ് ദീൻ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു 5 മിനിറ്റ് കൂടിപ്പോയെന്ന് പറഞ്ഞ് പള്ളിയിലെ മൈക്ക് ഓഫ് ചെയ്ത് കളയുന്ന എത്ര തെമ്മാടിത്തരം കാണിക്കുന്ന എത്ര കമ്മിറ്റിക്കാരുണ്ടെന്നറിയുമോ? ഞാൻ കാണിച്ചു തരാം, വാ. എവിടാന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, വരുവാണെങ്കിൽ കാണിച്ചു തരാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മനസ്സിലാക്കണം, എവിടേക്കാണ് നമ്മൾ ഈ ധൃതി പിടിച്ചോടുന്നത്? ജീവിതത്തിലെ വേഗതകൾ നീ കുറയ്ക്കടാ. ജീവിതത്തിലെ വേഗത നീ കുറയ്ക്കേ. ആഖിറത്തിലേക്ക് പോകാനുള്ളവരാണ്, അതിന് വേഗത കൂടുതലാണ്. നമ്മൾ ഈ ദുനിയാവിൽ കൊടുക്കുന്ന വേഗതയേക്കാൾ കൂടുതലാണ് ആഖിറത്തിലേക്ക് പോകേണ്ട സമയം പെട്ടെന്ന് പോകുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോ അവിടെ സുസ്ഥിരമായ ജീവിതം വേണമെങ്കിൽ ഈ ദുനിയാവിലെ പണിയെടുക്കണോ, ദുനിയാവിന്റെ പുറകെ പോകാതെ ഈ ദുനിയാവിൽ ആഖിറത്തിന് വേണ്ടി നീ പണിയെടുക്ക്. അതിന് നിനക്ക് സമയമില്ല അല്ലേ? ഒരു 5 മിനിറ്റ് അള്ളാഹുടെ മുമ്പിൽ നിൽക്കാൻ, ഒരു 10 മിനിറ്റ് നിനക്ക് അള്ളാഹുടെ മുമ്പിൽ നിൽക്കാൻ, ഇമാമിന്റെ പുറകിൽ നിന്ന് ഒന്ന് സൂറത്ത് ഓതി നിസ്കരിക്കാൻ നിനക്ക് സമയമില്ല അല്ലേ? എങ്കിലും പ്രിയപ്പെട്ടവരെ, നിന്റെ ആഖിറം നഷ്ടമായി എന്ന് നീ മനസ്സിലാക്കിക്കോ. എവിടെയാ നിനക്ക് ക്ഷമയുള്ളത്? അതാ പറഞ്ഞത്, രണ്ടാമത്തെ ക്ഷമ എന്താണ്? നമ്മുടെ ജീവിത മേഖലയിൽ വേണ്ട ക്ഷമ എന്താണ്? അത് ഇബാദത്തിലുള്ള ക്ഷമയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതല്ലേ അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞത്? നിങ്ങൾക്ക് മരണവും ജീവിതവും എന്തിനാണ് നാം നൽകിയതെന്നറിയുമോ? ജീവിത യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ട ഒരു കൂട്ടത്തില് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതവും മരണവും എന്തിനു വേണ്ടിയാണുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു വളരെ വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. പറഞ്ഞു തരട്ടെ, കേൾക്കണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, എന്തിനാണ് മുഅ്മിനീങ്ങളെ മരണവും ജീവിതവും അല്ലാഹു ഒരു മനുഷ്യന് നൽകിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകള് നന്മയായ കാര്യങ്ങള്, അതായത് നമസ്കാരമായാലും മറ്റുള്ള സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളായാലും ഏറ്റവും കൂടുതൽ ആരാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവാൻ
പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ജീവിതവും മരണവും നൽകിയതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളുടെ ജീവിതവും മരണവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നൽകിയതെന്നറിയുമോ? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നത്? അത് അമലുകളിലാണെങ്കിലും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യനെ നിങ്ങളെ സഹായിക്കുന്ന വിഷയത്തിലാണെങ്കിലും, ഒരു ദരിദ്രന്റെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്ന വിഷയത്തിലാണെങ്കിലും, ഒരു അയൽവാസിയോട് നല്ല രീതിയിൽ സഹവസിക്കുന്ന വിഷയത്തിലാണെങ്കിലും, സ്വന്തം മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന വിഷയത്തിലാണെങ്കിലും, ഏറ്റവും കൂടുതൽ നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു നിങ്ങൾക്ക് മരണവും ജീവിതവും എല്ലാം അള്ളാഹു നൽകിയിരിക്കുന്നതെന്ന്. ഇതെല്ലാം ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വഹുവൽ അസീസുൽ ഗഫൂർ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, അവനാണത്രേ പ്രിയമുള്ളവരെ പ്രതാപശാലിയും വളരെ പൊറുക്കുന്നവനുമാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ എന്തിനാണ് അവന് ജീവിതവും മരണവും ഒക്കെ അല്ലാഹു നൽകിയത്? അഹ്സനു അമല, നല്ല പ്രവർത്തനങ്ങളെ എത്രമാത്രം അവൻ ചെയ്യുന്നുണ്ട് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു നിങ്ങളെ പടച്ചതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മനസ്സിലായോ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ഇബാദത്തുകളിലെല്ലാം ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. ഇബാദത്തുകളിലെല്ലാം നാം ക്ഷമ കൈക്കൊള്ളണം പ്രിയപ്പെട്ടവരെ. ക്ഷമ നാം അവലംബിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലാലായ സമ്പാദ്യം സമ്പാദിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുപോലെ തന്നെ സുബഹിക്ക് എഴുന്നേറ്റ് വരാൻ, പള്ളിയിൽ വന്ന് അവ്വൽ ജമാഅത്തോടു കൂടി നമസ്കരിക്കാൻ വലിയ പ്രയാസമാണ്. സ്വന്തം ദേഹേച്ഛയെ കടിഞ്ഞാനിടാൻ വലിയ പ്രയാസമാണ്. പക്ഷേ ഇതൊക്കെ എന്താണ്? നിന്നിൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് ജീവിതവും മരണവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നീ ജാഗ്രത കാണിക്കണം, ശ്രദ്ധ പുലർത്തണം. ഒരിക്കലും നാം മുനാഫിക്കീങ്ങളിൽ പെട്ടുപോകരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാക്കിയെടുക്കേണ്ട മൂന്ന് തരം ക്ഷമകളിലെ മൂന്നാമത്തെ ക്ഷമ എന്താണെന്നറിയുമോ? നാം മനസ്സിലാക്കുക. ഏതാണ്? ഇതും നാം ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ട കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മൂന്നാമത്തെ ക്ഷമ എന്താണ്? കേട്ടോളിൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ 3 തരം ക്ഷമകളിലെ മൂന്നാമത്തെ ക്ഷമ എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അത് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യമായ ക്ഷമയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ.
അപ്പോ മൂന്ന് തരം ക്ഷമയിലെ മൂന്നാമത്തെ ക്ഷമ എന്താണ്? നാം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട മൂന്നാമത്തെ ക്ഷമ എന്താണ്? അതായത് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവന്റെ ശരീരത്തെ അവൻ പ്രാപ്തമാക്കലാണ്. അവന്റെ ശരീരത്തെ അവൻ കടിഞ്ഞാനിടലാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. തെറ്റ് ചെയ്യാൻ സാഹചര്യം ഒത്തുവന്നാലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവന്റെ നഫ്സിനെ അവൻ പരിശീലിപ്പിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അവർക്കാണ് സ്വർഗമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. തെറ്റ് ചെയ്യാൻ സാഹചര്യം ഒത്തുവന്നിട്ടും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് നീ വ്യതിതിരിച്ചാൽ നിനക്ക് ലഭിക്കുന്ന സ്വർഗം എത്രയാണെന്നറിയുവോ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം. കേട്ടോളിൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു മുഅ്മിനീങ്ങളെ. ആ ചെറുപ്പക്കാരന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയുമോ? ആ ചെറുപ്പക്കാരന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്നും ബാങ്കിന്റെ മാധുര്യം കേൾക്കുമ്പോൾ അതാ പ്രിയമുള്ളവരെ, അവ്വൽ ജമാഅത്തോടുകൂടി പോയി പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, മഹാനായ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയുണ്ടല്ലോ, മഹാനായ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഒരിക്കലുണ്ടല്ലോ നമസ്കാരം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോ ആ ചെറുപ്പക്കാരനെ കാണുന്നതിന് വേണ്ടി വഴിയോരത്തുണ്ടല്ലോ ഒരു സുന്ദരിയായ ഒരു പെണ്ണ് കാത്തു നിൽക്കുമായിരുന്നു. ആ ചെറുപ്പക്കാരനെ കാണുന്നതിന് വേണ്ടി, അവന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരു സുന്ദരിയായ ഒരു പെണ്ണുണ്ടല്ലോ, ആ ചെറുപ്പക്കാരനെ കാണുന്നതിന് വേണ്ടി വഴിയോരത്ത് കാത്തു നിൽക്കുമായിരുന്നു. എന്നിട്ടുണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞ് തന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ആരുമില്ല പ്രിയമുള്ളവരെ, രാത്രിയാണ്, ഇരുട്ടല്ലേ, ആരും കാണുകയില്ലല്ലോ. ആ ചെറുപ്പക്കാരനെ കേറിയ പെണ്ണ് കേറി പിടിക്കുകയാ പ്രിയമുള്ളവരെ. എന്നിട്ടുണ്ടല്ലോ ആ പെണ്ണ് പറയുകയാ, എത്രയോ നാളുകളായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു, നിന്നെ ഒന്ന് ഇതുപോലെ കിട്ടാൻ ഞാൻ എത്ര നാള് കൊതിക്കുമായിരുന്നുവെന്നറിയുമോ? നീ എനിക്കൊരു ചുംബനം നൽകുമോ എന്ന് ആ ചെറുപ്പക്കാരനോട് ആ ചെറുപ്പക്കാരനെ കേറി ആ പെണ്ണ് പിടിച്ചിട്ട് പറയുമ്പോൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് ഉതറി മാറുകയാ. പിന്നെയും ആ ചെറുപ്പക്കാരനെ ആ പെണ്ണ് കയറി പിടിക്കുകയാണ്. എന്നിട്ട് ആവശ്യ പൂർത്തീകരണം പറയുമ്പോൾ പിന്നെയും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് ഉതറി മാറുകയാ. എന്നിട്ടുണ്ടല്ലോ ആ മോശമായ പ്രവൃത്തിയിൽ നിന്ന് അതാ ഒഴിഞ്ഞു മാറിക്കൊണ്ട് വ്യതിതിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ തന്റെ ഉണ്ടല്ലോ ഭവനത്തിലേക്ക് പോകുമ്പോ, എന്നിട്ട് പിതാവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ പിതാവ് ചോദിക്കുകയാണ്, മോനെ എന്ത് പറ്റിയടാ നിനക്ക്? വല്ലാതെ കിതച്ചാണല്ലോ നീ കടന്നു വന്നിരിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ച
വിളിച്ചപ്പോ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ ആ പിതാവിനോട് പറയുകയാ, നടന്ന സംഭവങ്ങളെല്ലാം ആ പിതാവിനോട് പറയുകയാ. അങ്ങനെയുണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ തന്റെ പിതാവിനോട് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഉപ്പാ നിങ്ങൾ ഉടൻ തന്നെ ഉമർ തങ്ങളുടെ അടുക്കലേക്ക് പോകണേ, എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം പറയണേ. ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ തെറ്റുകാരനാണോ എന്ന് ഒന്ന് ചോദിക്കണേ ഉപ്പ എന്ന് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് തന്റെ പിതാവിനെ ആ രാത്രി സമയത്ത് മഹാനായ ഉമർ തങ്ങളുടെ സന്നിധിയിലേക്ക് അയക്കുമ്പോൾ അതാ ചെറുപ്പക്കാരന്റെ പിതാവ് മഹാനായ ഉമർ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാ. അങ്ങനെ പറയുമ്പോൾ മഹാനായ ഉമർ തങ്ങളുണ്ടല്ലോ ആ പിതാവിനോട് പറയുകയാം, നിങ്ങളുടെ മകനുണ്ടല്ലോ എത്രയോ ഭാഗ്യം സിദ്ധിച്ചവനാണ്, എത്രയോ ഭാഗ്യം ലഭിച്ചവനാ. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തെടുത്തുകൊണ്ട് മഹാനായ ഉമർ തങ്ങൾ അവിടെയുണ്ടല്ലോ ആ പിതാവിനോട് മസ്അല പറയുകയാ. സൂറത്തുർ റഹ്മാനിലുണ്ട് പ്രിയമുള്ളവരെ, ഏതാണ് ആയത്തെന്നറിയുമോ? മഹാനായ ഉമർ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാം, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ആരാണോ തെറ്റ് ചെയ്യാൻ സാഹചര്യം ഒത്തു വന്നിട്ട് അതിൽ നിന്നും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ അവർക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? 2 സ്വർഗമാണ്, ജന്നതാൻ. 2 സ്വർഗമാണ് അല്ലാഹു അവർക്ക് നൽകുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതിൽ നിങ്ങളുടെ മകൻ നിരപരാധിയാണ്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് 2 സ്വർഗമാണ് ഉപ്പ എന്ന് പറയുമ്പോ ഇത് കേട്ടുകൊണ്ട് ആ പിതാവുണ്ടല്ലോ തന്റെ മകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, മോനെ നിന്റെ സംഭവങ്ങളെല്ലാം ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങൾ എന്താണെന്നറിയുമോ? അതാ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അതാ തെറ്റ് ചെയ്യാൻ സാഹചര്യം ഒത്തു വന്നിട്ടും ഏതൊരുവനാണോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നതാന് 2 സ്വർഗമാണ് അല്ലാഹു നൽകുന്നതെന്ന് നിന്റെ വിഷയത്തിൽ ഈ ഖുർആനിന്റെ വാക്യം എടുത്തുകൊണ്ട് ഉമർ തങ്ങൾ എന്നോട് പറഞ്ഞു. മകനെ, ഇത് കേട്ടുകൊണ്ട് ഞാൻ 2 സ്വർഗം എനിക്ക് ലഭിക്കുമോ എന്നോർത്തുകൊണ്ട് ആ ചെറുപ്പക്കാരന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ. അങ്ങനെ ഹൃദയം പൊട്ടി ആ ചെറുപ്പക്കാരൻ മരണപ്പെടുകയാ. അങ്ങനെ ആ ചെറുപ്പക്കാരന്റെ മയ്യത്തെടുത്ത് കുളിപ്പിച്ച് ജനാസ പൊതിഞ്ഞ 6 അടി മണ്ണിലേക്ക് വെക്കുമ്പോൾ മഹാനായ ഉമർ തങ്ങൾ ഓരോ പിടി മണ്ണ് വാരിയ ഖബറിന്റെ ഓരത്തേക്കിടുമ്പോഴും ഈ ആയത്ത് ഓതുകയാം. ഏതാണെന്നറിയുമോ?
വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. രണ്ട് സ്വർഗത്തിന്റെ അവകാശിയാണ് ഈ ഖബറിൽ കിടക്കുന്നത്. രണ്ട് സ്വർഗത്തിന്റെ അവകാശിയാണ് ഈ ഖബറിൽ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പിടി മണ്ണ് വാരിയും ഉമർ റളിയല്ലാഹു അൻഹു ആ ഖബറിലേക്ക് ഇടുമ്പോ തെറ്റു ചെയ്യാൻ സാഹചര്യമൊത്തു വരുമ്പോഴും എൻ്റെ പ്രിയമുള്ള യുവതലമുറയെ, യുവാക്കളെ, യുവതികളെ മനസ്സിലാക്കണേ. എത്രയോ ഇന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ എത്രയോ വ്യഭിചാരങ്ങളല്ലേ നടക്കുന്നത്. സ്കൂൾ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ എത്രയോ സ്ഥലങ്ങളിലാണ് ഇന്ന് പരസ്യമായല്ലേ വ്യഭിചാരങ്ങൾ നടക്കുന്നത്. ബസ്സിൽ കയറുമ്പോഴും അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികളല്ലേ കടന്നു വരുന്നത്. എന്തേ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു സമൂഹമായി നമ്മൾ മാറരുതേ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പില് നീ നിൽക്കേണ്ടവനാന്നുള്ള ചിന്ത നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. കാരണം എന്തെന്നറിയുമോ, ഇന്ന് നിയമങ്ങൾ പോലും അവർക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഹറാമിനെ ഇന്ന് വെറും പുച്ഛത്തോടെ കാണുന്നവരെ, ഇന്ന് ഹറാമിനെ ഇന്നുണ്ടല്ലോ ഇന്ന് ശരീരം കൊണ്ട് ഇഷ്ടപ്പെടുന്നവരെ, മോശമായ കാര്യങ്ങളെ ശരീരത്തിന് ഇഷ്ടപ്പെടുത്തുന്നവരെ മനസ്സിലാക്കണേ. നിങ്ങളെയുണ്ടല്ലോ നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെയുണ്ടല്ലോ ആഖിറം നഷ്ടമാവുകയല്ലേ, അന്ത്യം പോലും നഷ്ടമാവുകയല്ലേ. മറന്നു പോകല്ലേ സഹോദരങ്ങളെ, യുവതലമുറകളെ മനസ്സിലാക്കണേ. യുവതലമുറയിലുള്ള സഹോദരങ്ങള്, സഹോദരിമാര് മനസ്സിലാക്കണേ. അതുകൊണ്ട് മൂന്നാമത്തെ ക്ഷമ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്? പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള, നമ്മുടെ നഫ്സിനെ തിന്മകളിൽ നിന്ന് എന്താണ് നമ്മുടെ നഫ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ക്ഷമയാണ് നാം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം തെറ്റുകളിൽ നിന്ന് നമ്മുടെ നഫ്സിനെ സംരക്ഷിക്കണം. അതിന് നമ്മുടെ ദേഹേച്ഛയെ കടിഞ്ഞാനിടണം. അതിന് നാം നമ്മുടെ നഫ്സിനെ പരിചരിച്ചെടുക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ സാങ്കേതം സ്വർഗമാക്കാൻ കഴിയുകയുള്ളൂ. അതല്ലേ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്തേ? കേട്ടോളിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ ധ്യാനനിരന്തനായിരുന്ന പശ്ചാത്തലത്തിൽ ഇഖ്റാന്റെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാം. എന്താണ് പ്രിയമുള്ളവരെ പറഞ്ഞതെന്നറിയുമോ? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, ഏതൊരുവനാണോ നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ സമക്ഷത്തിൽ നിൽക്കുന്നതിനെ ഭയന്നുകൊണ്ട് വനഹൻ നഫ്സാനിൽ ഹവാം, തന്റെ നഫ്സിനെ ദേഹേച്ഛകളെ വെടിഞ്ഞാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ,
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അവന്റെ സാങ്കേതം നിത്യവാസം സ്വർഗം തന്നെയാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരുവന് സ്വർഗം വേണമെങ്കിൽ പരിപൂർണമായും ദേഹേച്ഛകളെ ഒഴിവാക്കണമെന്ന്, അതിനാവശ്യമാണെന്ന് വിശുദ്ധമായ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ആരാണ് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നാളെ ആഖിറത്തിൽ അള്ളാന്റെ മുമ്പിലേക്ക്, അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഓർത്തുകൊണ്ട് ലജ്ജയോടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ എന്നോർത്ത് ഭയന്നുകൊണ്ട് നിന്റെ ദേഹേച്ഛകളെ, നഫ്സിനെ കടിഞ്ഞാനിട്ടാൽ മാത്രമേ എന്തുള്ളൂ, നിന്റെ സാങ്കേതം സ്വർഗമാക്കാൻ നിനക്ക് കഴിയുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അപ്പോ പറഞ്ഞു വരുന്നത്, ക്ഷമ എന്നത് നാം ജീവിതത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ക്ഷമ എന്നത്. ഒരുവൻ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അവന് സഹനത വേണം എന്ന് അള്ളാഹുവിന്റെ ഒരുവൻ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അവന് സഹനത വേണം, ക്ഷമ വേണം പ്രിയപ്പെട്ടവരെ. ഇല്ല എങ്കിൽ അവൻ പരാജയപ്പെട്ടു പോകും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. കാരണം അള്ളാഹ് പറഞ്ഞത്, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ഞാൻ ക്ഷമാശീലരോടൊപ്പമാണെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും അവിടുന്ന് പറഞ്ഞത്. അവസാനമായി ഈ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനോട് അടുക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ക്ഷമ വേണം. ഇല്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. ദുനിയാവിന്റെ ഹവയിൽ നിന്ന് നാം നഫ്സിനെ സംരക്ഷിക്കണം. അതിന് നമുക്ക് ക്ഷമ അത്യാവശ്യമാണ്. നമ്മുടെ ദേഹേച്ഛകളെ തൊട്ട് നഫ്സിനെ സംരക്ഷിക്കണം. അതിനും നമുക്ക് ക്ഷമ വേണം. ഇബാദത്തുകളിൽ നാം ജാഗ്രത കൂടുതൽ കാണിക്കുക. അതിനും മുഅ്മിനീങ്ങളെ നമുക്ക് ക്ഷമ വേണം. ക്ഷമയില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഇബാദത്തുകളിൽ നിങ്ങൾ ക്ഷമയോടെ മത്സരിക്കൂ. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ മത്സരിക്കാൻ, ഫൽ യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവൻ ഈ കാര്യത്തിൽ മത്സരിക്കട്ടെ, ഇബാദത്തുകളിൽ മത്സരിക്കട്ടെ. നാളെ സ്വർഗത്തിന് വേണ്ടി ഇബാദത്തുകളിൽ അവൻ മത്സരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എങ്കിലും നമുക്ക് നാഥനായ റബ്ബിലേക്ക്, നമ്മുടെ ഇലാഹിനോട് നമുക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.